തിരുവിതാംകൂർ കൊച്ചി ലയനത്തിന് 75 വയസ്സ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് 1956 നവംബർ 1 മുന്നോടിയായി 1949 ജൂലൈ 1 കൊച്ചി ലയനം നടന്നത്. തിരുവിതാംകൂർ തലസ്ഥാനമായ തിരുവനന്തപുരം ഐക്യ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി. നിയമസഭയും സെക്രട്ടേറിയറ്റും തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആസ്ഥാനമാക്കി. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ഗവർണർക്ക് സമാനമായ രാജപ്രമുഖായി. തുടർന്ന് പറവൂർ ടി.കെ. നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കൊച്ചിയുടെ പ്രാരംഭകാലത്തെയും മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സംയോജനത്തിൻ്റെ ഫലമായുണ്ടായ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലെ 178 അംഗങ്ങൾ സാമാജികരായി. ടി.എം. വർഗീസ് നിയമസഭാ പ്രസിഡന്റും സ്പീക്കർ, കെ. കൊച്ചുകുട്ടൻ ഡെപ്യൂട്ടി പ്രസിഡന്റുമായി. പുതുപ്പള്ളി എസ്. കൃഷ്ണപിള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി. ഇന്ത്യ റിപ്പബ്ലിക്കിലെ പാർട്ട് ബി സംസ്ഥാനമായിരുന്നു കൊച്ചി. രാജ്യസഭയിൽ 6 ലോക്സഭയിൽ 12 ആയിരുന്നു പ്രാതിനിധ്യം. കൊച്ചിയുടെ ഭൂരിഭാഗവും മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കും ചേർത്താണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്.